കേരള സർവകലാശാലയിലെ സസ്പെൻഷൻ വിവാദത്തിൽ വീണ്ടും സിൻഡിക്കേറ്റ് യോഗം ചേരില്ലെന്ന് VC മോഹനൻ കുന്നുമേൽ. ചട്ടപ്രകാരം 2 മാസത്തിൽ ഒരിക്കൽ യോഗം വിളിച്ചാൽ മതിയെന്നാണ് VCയുടെ നിലപാട്. വീട്ടിലേക്കുള്ള മാർച്ചിലും അക്രമ ഭീഷണിയിലും VCക്ക് അതൃപ്തിയുണ്ട്. സർവകലാശാല പ്രവർത്തനം നിയമപ്രകാരമെന്ന് ബോധ്യപ്പെട്ട ശേഷം മാത്രം യോഗം വിളിക്കാനുമാണ് നീക്കമുള്ളത്. കൂടുതൽ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും ഹാൻസ് ജോൺ നൽകും. ഹാൻസ്, VC എന്താണെങ്കിലും ഒരു നിലപാടിലേക്ക് എത്തുകയാണ്. പക്ഷേ ചട്ടപ്രകാരമുള്ള കാര്യങ്ങളാണ് VC മുന്നോട്ടേക്ക് വെക്കുന്നത്. ഈ ഒടുവിലായി ഞായറാഴ്ച ചേർന്ന യോഗത്തെ മുൻ താൽക്കാലിക VC സിസ തോമസ് ഒരു സിൻഡിക്കേറ്റ് യോഗമായി ഒന്നും പരിഗണിച്ചിരുന്നില്ല. അപ്പോൾ ഏതാണ് ഒടുവിലായി ചേർന്ന സിൻഡിക്കേറ്റ് യോഗമെന്നാണ് VC മോഹനൻ കുന്നുമേൽ പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല 2 മാസത്തിൽ ഒരിക്കൽ വിളിച്ചാൽ മതി എന്നുള്ള ഒരു തത്വത്തിലുള്ള കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. മറ്റതൃപ്തികൾ കൂടി പരസ്യപ്പെടുത്തുന്നുണ്ട്. എത്തരത്തിലാണ് ഹാൻസ് അദ്ദേഹത്തിന്റെ നിലപാടുകൾ? സംഗീത, കേരള സർവകലാശാലയിലെ സസ്പെൻഷൻ വിവാദവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം നിരവധി ഉത്തരവുകളും നിർദ്ദേശങ്ങളും വൈസ് ചാൻസലറായിട്ടുള്ള മോഹനൻ കുന്നുമേൽ ഇതിനോടകം പുറപ്പെടുവിച്ചിട്ടുണ്ട്. സർവകലാശാല ആസ്ഥാനത്തേക്ക് രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിനെ വിലക്കുന്നത് തുടങ്ങി. അതിനോടൊപ്പം തന്നെ താൽക്കാലിക രജിസ്ട്രാറായി ഇദ്ദേഹത്തെ ഡോക്ടർ മിനി കാപ്പനെ നിയോഗിച്ചതും അതിനോടൊപ്പം തന്നെ ജോയിന്റ് രജിസ്ട്രാർ ആയിട്ടുള്ള P ഹരികുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റി ആ ചുമതല ഹേമ ആനന്ദന് നൽകുന്ന അടക്കമുള്ള നിരവധി ഉത്തരവുകൾ ഇതിനോടകം പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ഈ വിഷയങ്ങളെല്ലാം അടിയന്തരമായി ചർച്ച ചെയ്യുന്നത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇന്ന് രാവിലെ വൈസ് ചാൻസലർ ആയിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമേലിന് അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയത്. പക്ഷേ ഈ കത്തിനാണ് ഇപ്പോൾ ഒരു നടപടി വൈസ് ചാൻസലറുടെ ഭാഗത്തു ഉണ്ടായിട്ടുള്ളത്. സിൻഡിക്കേറ്റ് യോഗം ഉടൻ വിളിച്ചു ചേർക്കേണ്ട എന്ന നിലപാടിലാണ് വൈസ് ചാൻസലർ ആയിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമേൽ. സർവകലാശാല ചട്ടപ്രകാരം 2 മാസത്തിൽ ഒരിക്കൽ മാത്രം സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർത്താൽ മതി. ഈ നിയമം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അടിയന്തര യോഗം വിളിച്ചു ചേർക്കേണ്ട ആവശ്യമില്ല എന്ന നിഗമനത്തിൽ VC എത്തിച്ചേർന്നിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ സർവകലാശാല ആസ്ഥാനത്ത് പ്രവേശിക്കുകയാണെങ്കിൽ തടയുമെന്ന് SFI ഇതിനോടകം വൈസ് ചാൻസലർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം രാത്രി DYFIയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കും ഇത്തരത്തിൽ മാർച്ച് ഉണ്ടായിരുന്നു. ഇതിലെല്ലാം VCക്ക് അതൃപ്തിയുണ്ട്. അതുകൊണ്ട് തന്നെ സർവകലാശാല പ്രവർത്തനം നിയമപ്രകാരം എന്ന് ബോധ്യപ്പെട്ട ശേഷം മാത്രം യോഗം വിളിക്കാനാണ് നിലവിൽ വൈസ് ചാൻസലർ ആയിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമേലിന്റെ തീരുമാനം. സംഗീത. ശരി ഹാൻസ്.